അങ്ങനെ നമ്മളെ മെനുവിലേക്ക് കയറി വന്നൊരു പുതിയ അവതാരമായിരുന്നു കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്. അപ്പം എന്തോ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ തുടങ്ങിയതായിരുന്നേ. അപ്പം അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബൾക്ക് ഓർഡർ. ഏതൊരു മേക്കറും ആഗ്രഹിക്കുമല്ലോ, അതൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ചെയ്യാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു ചെയ്യാൻ. അങ്ങനെ നമ്മൾ ആദ്യം ചോക്ലേറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെയാണ് പതിയെ പതിയെ അത് മോഡിഫൈ ചെയ്തിട്ട് ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്തു, കാർഡിൽ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ അത് അതിൽ കുറേ സംഭവങ്ങൾ ആഡ് ചെയ്യാൻ തുടങ്ങി. പെൻസില്, പെന്ന്, ഇറേസർ, ഷാർപ്നർ, അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ആഡായി വന്നു. അങ്ങനെ പിന്നെ ചില കസ്റ്റമർക്കൊന്നും കാർഡ് മാത്രം മതി, അതിൽ പെൻസിൽ മാത്രം മതി. പിന്നെ ചില കസ്റ്റമർക്ക് ചോക്ലേറ്റ് മാത്രം മതി, കാർഡ് വേണ്ട. അങ്ങനെയൊക്കെയായിരുന്നു ഡിമാൻഡ്സൊക്കെ. അങ്ങനെ ഇരിക്കുകയാണ് കുറേ ദിവസമായി വിചാരിക്കണം ഒന്നും എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് ചോക്ലേറ്റും പെൻസിലോ പെന്നോ അത് സീനില്ല, ചോക്ലേറ്റും കാർഡും അത് കാണുമ്പോൾ ഒരു ഇതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ചൊരു ചേട്ടനുണ്ടായിരുന്നു. അവരെ ഏച്ചിയുടെ മൂക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. അവർ നമ്മളുടെ റെഗുലർ കസ്റ്റമർ തന്നെയാണ്. കേക്ക് അവർ ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈം മുതൽ ഇതുവരെ നമ്മുടെ അടുത്ത് നിന്ന് തന്നെയാണ് വാങ്ങാറ്. അങ്ങനെ പിന്നെ ഒരു പുതിയ ഐറ്റം വരുമ്പോൾ അവരൊന്ന് ട്രൈ ചെയ്തു, അത്ര തന്നെ. അങ്ങനെ നമുക്ക് ആ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 40 കാർഡും പെൻസിലും പിന്നെ ചോക്ലേറ്റ് ഒരു 50 എണ്ണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 2 എണ്ണം ഷോർട്ട് ഉണ്ടായിരുന്നു. ആ ഒരു കൗണ്ടിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സ്കൂൾ വരുന്നത് MSS പബ്ലിക് സ്കൂളാണ്, മാളിക്കടവാണ് കേട്ടോ വരുന്നത്. ഇതിലേറ്റവും വലിയ പണി എന്ന് പറയുന്നത് ചോക്ലേറ്റ് റാപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ആ ഒരു കൗണ്ടിലുള്ള ചോക്ലേറ്റുകളൊക്കെ സെറ്റാക്കി എന്നിട്ട് നമ്മൾ ആ ഒരു കാർഡിലേക്ക് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ, പെൻസിലും ചോക്ലേറ്റും കൂടെ. അപ്പോൾ അതിൽ അവരൊരു ക്യാപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹേയ് ഇറ്റ്സ് മൈ 5th ബർത്ത്ഡേ, പേരും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അൻവിയ. അപ്പം അൻവിയക്കുട്ടി LKGയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടേക്ക് സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അതെല്ലാം പാക്ക് ചെയ്ത് കേക്കിൻ്റെ ബോക്സിൽ തന്നെയായിരുന്നു കേട്ടോ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരത്രയും ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ പിന്നെ മോൾക്ക് അത് എടുത്ത് കൊടുക്കാനും ഉള്ളൊരു സൗകര്യത്തിൽ അങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ആ പെൻസിലിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിട്ടത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, നമുക്കതിനെ കൊണ്ട് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. അപ്പോൾ പിന്നെ അവർക്കാണെങ്കിലും ഇനിയിപ്പോൾ മുന്നോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും എന്തെങ്കിലും കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുമല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാം അതിൽ തന്നെ വെച്ചു. പിന്നെ അവരൊരു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഗ്ലെസ് ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടെൻഡർ കോക്കനട്ട് ആയിരുന്നു കേട്ടോ. 1 kg ടോളായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോളായിട്ടെന്ന് പറയുമ്പം നമ്മളൊരു ചെറിയ മിനി അൻവിയക്കുട്ടീനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവളുടെ ബർത്ത്ഡേ ഡ്രസ്സിൻ്റെ തീമിലായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ചെറുതായിട്ടൊന്ന് വലുതായിപ്പോയി. അങ്ങനെ നമ്മൾ ആ ഒരു റിബൺ പോലെ, ഡ്രസ്സിൻ്റെ ഒരു കളറിലുള്ള റിബൺ പോലെ കേക്കിൻ്റെ ബോർഡറിലാക്കിയിട്ട് ബോട്ടം സൈഡിലാക്കിയിട്ട് സെറ്റാക്കി. പിന്നെ നമ്മൾ ആ മിനി അൻവിയക്കുട്ടീനെയും കൂടെ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ റൈറ്റിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഹാപ്പി 5th ബർത്ത്ഡേ അൻവിയ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതും കൂടെ അതിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കുറച്ച് ബോൾസാണ്, ആ ഒരു കളറിൽ വരുന്ന ബോൾസ്. നമ്മൾ ഈ കേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗേള് ആ ഒരു അത്രയും ബോൾസ് ജസ്റ്റ് പിടിച്ച് നിൽക്കുന്ന പോലെ, അതിൻ്റെ ഒരു റോപ്പിൽ പിടിച്ച് നിൽക്കുന്ന പോലെയാണ് സെറ്റാക്കിയത് കേട്ടോ. റോപ്പും കൂടെ അവിടെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. റോപ്പും പിന്നെ അതേപോലെ ആ ഒരു മിനി അൻവിയക്കുട്ടീനെയും പിന്നെ താഴെയുള്ള ഒരു റിബൺ പോലെയുള്ള ഒരു ബോർഡറും, ഇതെല്ലാം നമ്മൾ ഫോണ്ടൻറ്റിലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കേക്കിൻ്റെയും അതേപോലത്തെ കാർഡിൻ്റെയും ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയനും എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം ഇനി നമുക്ക്
ആ പിന്നെ അവർ വന്ന് പിക്ക് ചെയ്തായിരുന്നു, ഡെലിവറി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റിന് നമ്മൾ തലേന്നേ എല്ലാ പണിയും ഫുൾ ഫിനിഷിങ് വർക്കെല്ലാം കഴിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പണി ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ കേക്ക് സെറ്റാക്കാനുള്ളൊരു പണി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിറ്റേന്ന് അത്യാവശ്യം നല്ലൊരു മഞ്ഞുള്ളൊരു ടൈമായിരുന്നു. അങ്ങനെ അവർ വന്നു, പിക്ക് ചെയ്ത് പോയി. അപ്പം ഇനി നമുക്ക് അടുത്ത അൻവിയക്കുട്ടിയുടെ കഥയുമായിട്ട് അടുത്ത ഡേ കാണാം. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എങ്ങനെയാ, അടുത്ത വീഡിയോയിൽ കാണാമല്ലേ?